മൂപ്പരാൾക്കേ പണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും. പക്ഷെ ഇന്നലെ കണ്ട ഒരാളെ മൂപ്പരാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. സീരിയസ്ലി. അപ്പൊ അവിടെ ഷോപ്പിൽ അല്ല, അവിടെ ഒരു നമ്മള് നല്ല തിരക്കുള്ള ഒരു ദിവസം മൂപ്പരാള് പുറത്ത് പണിയൊന്നും എടുക്കൂലല്ലോ. മൂപ്പരാള് മുതലാളിയല്ല, ചേമ്പിലെ മുതലാളി. അപ്പൊ മൂപ്പരാള് പുറത്തു നിന്നിട്ട് കസ്റ്റമറായിട്ട് വർത്താനം പറയാം. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. ഈ 1/2 മണിക്കൂർ വർത്താനം പറഞ്ഞ് കഴിഞ്ഞ് വന്ന് ഈ സെയിം കസ്റ്റമർ പിറ്റേ ദിവസം വന്ന് എന്നിട്ട് കയറി പോരുമ്പോ കൈയൊക്കെ കൊടുത്ത് എന്നിട്ട് മൂപ്പരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാം, അതാരാ അതാരാ? ഞാൻ പറഞ്ഞിട്ട് ചങ്ങായി ഇന്നലെ അത്രയും വർത്താനം പറഞ്ഞിട്ട് ഈറ്റിങ്ങളെ ഓർമ്മയില്ലേ? സംഭവം ആകെ ഒരു തവണ ഉണ്ടായിട്ടുള്ളൂ. അല്ലല്ല, കൊറേ അത് 5 വർഷം മുമ്പ്. അല്ല ഞാൻ ഇത് പറഞ്ഞെന്താ അറിയോ, ഈ ഇരിക്കണില് പല ആൾക്കാരും എന്താ പറയാ, മൂപ്പരാളി നാളെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അല്ല അത് നമ്മൾ ആരായാലും മൂപ്പരാളുടെ കുറ്റായിട്ട് കാണണ്ട. പക്ഷെ എന്താ വേറെ കേസുണ്ട്, ചില സാഹചര്യങ്ങളിൽ ചിലവരുടെ വർത്താനങ്ങൾ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ 5 വർഷം മുമ്പ് കണ്ട ആളെ ഒരു 1/2 മണിക്കൂറായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ അടുത്ത് ഇന്ന് പിന്നെ ഈ റീസെന്റ് ഒരു 3-4 ദിവസം മുമ്പ് അല്ലേ ആളിങ്ങനെ വന്ന് ഒറ്റയടിക്ക് ആളെ പറഞ്ഞു കൊടുത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ കണ്ടിരുന്നു. കറക്റ്റ് ആയിരുന്നു മോള്. പേര് വരാനുള്ള അറിയില്ല. എങ്കിൽ പിന്നെ പറയണ്ടേ ഈ നാറിന്റെ കള്ള ഞാൻ രണ്ടാമതൊരു ഒരു വരവുണ്ടി വരും ഞാൻ. അപ്പൊ ഇവനെ എന്റെ പേര് ശരിക്കും തക്കിടു. ഐഡന്റിറ്റി കാർഡിലെ പേരെന്താ? ആധാർ കാർഡിലെ ഷമീർ കടവിൽ. ഷമീർ കടവിൽ. ഷമീർ കടവിൽ ഇതാണ് കടവിൽ ഷമീർ. പക്ഷെ തക്കുടു പക്ഷെ ഞാൻ ഇട്ടതൊക്കെ നല്ല പേരുകളല്ലേ? മുട്ടക്കാക്ക, തക്കുടു അല്ലേ? അലൈഹ നല്ല പേരാ. അല്ലു. മോളെ പേര് ചോദിക്കാം. അലൈഹ അതും നല്ല പേരാ. അല്ലു. നിങ്ങൾ അങ്ങനെ ഒരു പേരിടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് പേരിടും? ആർക്കാ? എല്ലാവർക്കും പേരിട്ടിട്ടുണ്ട്. നിങ്ങളെ പേര് ഉപ്പിമേല ഇട്ടത് മുന്നാ? അല്ല, പിന്നെ ഞാനിട്ടതാ സ്വന്തമായി. നിങ്ങൾക്ക് നിങ്ങളെന്നെ ഒരു പേരിടാൻ പറ്റി എന്തുകൊണ്ട് മുന്നേ ഇപ്പൊ ഇട്ട പേരായി. ശരിക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ത് പേരിടുമായിരുന്നു? ഷാറൂഖ് ഹമീദ് ഖുദ്ദൂസിൽ അഹമ്മദ്. എന്താ ഷാറൂഖ് ഹമീദ് ഖുദ്ദൂസിൽ അഹമ്മദ്. 2 എണ്ണം കുറഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞു 2 പീസ് ഉണ്ടായിരുന്നു. 2 പീസ് കുറഞ്ഞു. എന്നൂടി പറയണം. ഷാറൂഖ് ഹമീദ് ഖുദ്ദൂസിൽ അഹമ്മദ്. കുറഞ്ഞിട്ടില്ലേ? കറക്റ്റ് കണക്കിന് റെഡി ആയത്. എങ്ങനെ പാട്ട് പാടുവോ ചോദിക്കാം? പാട്ട് പാടും. നമ്മള് പാട്ടോടും. എന്താ പറയാ, മുട്ടകാക്ക ഒരുപാട് നടന്മാരുടെ സൗണ്ട് എടുക്കും. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും മുട്ട സൗണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അടിപൊളിയാ. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞേ, ഞാനൊരു 10-25 പേരുടെ സൗണ്ടേ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞിട്ടല്ലോ ഞാൻ അടുക്ക് പറയാറുണ്ടല്ലോ, നീ ശ്രദ്ധിക്കാനായിട്ടാണ്. ഒന്നും എടുത്തേ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് പ്രശ്നം എന്താ? എല്ലാത്തിനും എന്റെ സൗണ്ടിനായിരിക്കും. എല്ലാത്തിനും നമ്മളെ സൗണ്ട് ഉണ്ട്. മമ്മൂട്ടി എന്റെ സൗണ്ടിൽ തന്നെ പറയും. കത്തുന്നില്ല അല്ലേ? എനിക്ക് മനസ്സിലായി. ഇല്ല, മനസ്സിലായി. എനിക്ക് മനസ്സിലായി. നീ ചോദിക്കണ്ട. അതല്ലേ ഞാൻ ചോദിക്കുന്നത്. ട്യൂബ്ലൈറ്റ് ആണല്ലേ? അല്ല, സിനിമയിലേക്ക് ഓഫർ ഒക്കെ വന്നിട്ടുണ്ടോ? ഓ ഇഷ്ടം പോലെ. ഞാൻ പോവില്ല. നേരല്ലേ ഒലക്കേട് വന്നിട്ടില്ല. ശരിക്കും മറ്റേ വിയറ്റ്നാം കോളനി ഇല്ല, അതിന്റെ സെക്കൻഡ് പാർട്ട് അല്ല. മുട്ടകാക്കാനേ സിനിമയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നെ മെയിൻ റോളിൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരു വിളിച്ചില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ. അല്ല, സത്യമായിട്ട് വിളിച്ചില്ല. അങ്ങനെ ഞാൻ പോയില്ല. ഫിലിമിന്റെ ഒരു ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടിയുള്ള ഒരു റോള് ഇപ്പൊ അടുത്ത് ഒരു കഴിഞ്ഞ മാസം സീരിയസ് ആയിട്ടുള്ള കഴിഞ്ഞ മുന്നത്തെ മാസം ഞങ്ങൾക്ക് പറഞ്ഞ കാര്യം ഒരു ചെറിയ ഡിസ്കഷൻ കഴിഞ്ഞു. പക്ഷെ എന്താണ് അതിന്റെ പ്രൊഡ്യൂസറായിട്ട് എന്തോ പ്രശ്നമോ കാര്യങ്ങളായിട്ട് അവര് നമ്മളെ ഇങ്ങോട്ടേക്ക് തേടി വന്നാണ്. സീരിയസ് ആയിട്ട് കാര്യം പറയുന്നോണ്ടാണ് ബാസ് ഇട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഊള സൗണ്ട് ആവും. കാര്യം മനസ്സിലാക്കണം. വിളിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഡിസ്കഷനിൽ ആണ് എന്നാണ് ഇപ്പൊ പറഞ്ഞത് എന്റെ ഡയറക്ടർ. ഇനി ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം.
ഞങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കാർക്കും ഞങ്ങളെ വലിയൊരു ആഗ്രഹം. അങ്ങനെ ആർക്കിത് അങ്ങനെ ഞങ്ങൾ വെച്ച് പടം പിടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനൊന്നും പറഞ്ഞ ആരും വിളിച്ചൂല. നല്ലപോലെ എന്നാ പിന്നെ എങ്ങനെ പറയാ, ഞങ്ങൾ ആരെങ്കിലൊക്കെ വിളിക്കും, ഞങ്ങൾ നന്നായിട്ട് അഭിനയിക്കും. അതെ.